സാറേ ലുക്കിംഗ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ മണൽത്തരികളും എനിക്ക് സുപരിചിതമാണ് ചെറുപ്പകാലം മുതൽ. കാര്യം ഞാൻ ഈ ഒത്തിരി അമ്പലങ്ങളുടെയും സാമൂഹിക സംഘങ്ങളുടെയൊക്കെ പിരിവിന് വേണ്ടി ഓരോ വീടുകളിലും ഞാൻ 10-20 വയസ്സ് വരെയും കയറി ഇറങ്ങിയിട്ടുള്ളവരാണ്. ഞാൻ ഇവിടുന്ന് വിടുന്നത് വരെയും ഞാൻ ഇവിടുത്തെ ഒത്തിരി സോഷ്യൽ ആക്ടിവിറ്റിയിൽ പെട്ടിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഓരോരുത്തരും അറിയാം, ഓരോ വീടും അറിയാം, ഇപ്പോഴും അവരെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വഴി കാണുമ്പോൾ ഇന്ന ആൾ ഇന്നടത്തെ ആളാണെന്ന് എനിക്ക് വ്യക്തമായി തിരിച്ചറിയാം. ഇപ്പോഴത്തെ പുതിയ കുട്ടികളെ എനിക്കറിയില്ല, പക്ഷേ പഴയ ആൾക്കാരെയൊക്കെ എൻ്റെ കാലഘട്ടത്തിൽ എന്നോട് ഇത് വളർന്നവരെ എല്ലാം എനിക്ക് തിരിച്ചറിയാം. അപ്പോൾ ഓരോരുത്തരും എനിക്ക് എൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോഴും. ഞങ്ങൾ തമ്മിൽ ഒരു അകലവും വെക്കാറില്ല, വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കേണ്ട. അമ്പലത്തിൽ ചെന്നാലും ശരി, പള്ളിയിൽ ചെന്നാലും ശരി, ഈ പള്ളികളൊക്കെ ആയിട്ട് എനിക്ക് ഒത്തിരി ക്ലോസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇവരെല്ലാം ഇവിടെ തിക്കിലി മുസ്ലിം പോപ്പുലേറ്റുള്ള ഏരിയയാണ്. ഇനി പറയുന്നതിന് പണ്ട് ഞാൻ താമസിക്കുന്ന ജനിച്ച സ്ഥലം നീർക്കുന്നു എന്ന് പറയുന്ന ഒരു 3 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറമാണ്. അതിനെ കൊച്ചു പാകിസ്ഥാൻ എന്നാണ് ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഫാദറിനെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത് മച്ച എന്നാണ്. മച്ച എന്ന് പറഞ്ഞാൽ അളിയൻ, മുസ്ലിങ്ങൾ മച്ച എന്ന് വിളിച്ചാൽ അളിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ അവരുടെ എല്ലാ അളിയന്മാരായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ബന്ധം വളരെ നീണ്ട, വളരെ അടുത്ത ബന്ധമാണ്. അപ്പം ഇത് എനിക്കൊരു പുതിയ സ്ഥലമൊന്നും അല്ലല്ലോ. എല്ലാവരെയും എനിക്ക് ഏവരി ഇൻഡിവിജ്വലിനെ എനിക്കറിയാം, അവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ദൈവാനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം എനിക്കില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ സഹപ്രവർത്തകരുടെ, എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ എങ്ങെത്തൂല. വ്യവസായ രംഗത്തേക്ക് വരുന്ന പുതിയ തലമുറയോട് എന്താ പറയാനുള്ളത്? കുറുക്കു വഴി ഇല്ലല്ലോ ഈ മേഖലയിൽ. ഇല്ല. ഇതിനകത്ത് എനിക്ക് വരുന്ന പുതിയ എവറി ഇയർ ഒരു 45 എഞ്ചിനീയേഴ്സിനെ ഞാൻ ട്രെയിൻ ചെയ്യാറുണ്ട്. അതിൽ 5 പേര് നിൽക്കും, ബാക്കിയെല്ലാം പോകും. പക്ഷേ ഇവരുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഈ സഹിഷ്ണുത എന്നൊരു സാധനമില്ല. അവർക്കെല്ലാം നാളെ കാശുകാരനാണ്. ഞാൻ ആദ്യം വരുമ്പോൾ നോക്കുന്നത് ഞാൻ ഏത് വാച്ചാണ് കെട്ടിയിരിക്കുന്നത്. എൻ്റെ ഓഫീസിൽ കയറിയാൽ ഞാൻ ഏത് മോതിരമാണ് ഇട്ടിരിക്കുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന കാർ ഏതാണ്, എൻ്റെ ബ്രാൻഡ് ഏതാണ്, മനസ്സിലായില്ലേ? അപ്പം അവരുടെ താല്പര്യങ്ങൾ അതിലോട്ടൊക്കെ പോയി. അതായത് ഒരു പുതിയ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവർക്ക് ആദ്യമായിട്ടൊരു അടിത്തറ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അവർ കാണുന്നില്ല. ഡിസിഷൻ മേക്കേഴ്സേ അല്ല. അവരൊരു പ്രശ്നത്തിൽ ചെന്നാൽ സ്റ്റക്കായി പോകും. അത് ക്രൈസിസിനെ നേരിടാൻ പറ്റാതാവും. ഡിസിഷൻ എടുക്കാത്തവൻ എങ്ങനെ സാധ്യത രക്ഷപ്പെടാൻ പറ്റും? ഏത് ഡിസിഷൻ റോങ് ആണോ റൈറ്റ്, യു ഹാവ് ടു ടേക്ക് ഇറ്റ്, ഈസന്റ് ഇറ്റ്, അതർവൈസ് ഇറ്റ് വിൽ ബി സ്റ്റക്ഡ്. നമ്മുടെ ഒരു സാധനത്തിനെ കൊണ്ട് സ്റ്റക്കാക്കി നിർത്തി കഴിഞ്ഞാൽ ലോകത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമല്ലേ. എന്ത് പ്രവൃത്തിയും നമ്മൾ സ്റ്റക്കാക്കി വെച്ചാൽ ഒന്നിനും നീ നെഗറ്റീവാക്കി വിട്, അവിടെ പോട്ടെ, അല്ലെങ്കിൽ പോസിറ്റീവാക്കി കൊണ്ടുപോകും, അങ്ങോട്ട് വളരട്ടെ. ഇത് രണ്ടുമില്ലാത്തൊരു ചിന്താഗതിയുള്ള ക്ഷമ വേണം അല്ലേ? ക്ഷമയെന്നൊരു സാധനം പിള്ളേർക്കില്ല. ഈ പിള്ളേരെ കുറ്റപ്പെടുത്തുന്നത് ഞാനതിന് പിള്ളേരെ കുറ്റപ്പെടുത്തുന്നില്ല സാറേ, ഇതിനെ കുറ്റപ്പെടുത്തുന്നത് ഇവരെ വളർത്തിക്കൊണ്ടിരുന്ന മാതാപിതാക്കളെയാണ്.